പഞ്ചശ്രീ കലാപീഠം ലളിത സംഗീത പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നേരത്തെ പഠിച്ച സ്വാതി കീർത്തന കിളിമകളെ പാടുവെന്ന ഗാനത്തിൻ്റെ ചരണമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ചരണത്തിൻ്റെ സാഹിത്യം എഴുതിയെടുക്കാം. ശിംശിഭ വൃക്ഷ ചുവട്ടിൽ ശിംശിഭ വൃക്ഷ ചുവട്ടിൽ മൈഥിലി ചിന്താവിവശയായി ഇരിക്കുന്നു. ശിംശിഭ വൃക്ഷ ചുവട്ടിൽ മൈഥിലി ചിന്താവിവശയായി ഇരിക്കുന്നു. അടുത്ത അഴകിയ രാവണൻ ശൃംഗാരപദം പാടി ശൃംഗാരപദം പാടി അവളുടെ അരികിൽ അണയുന്നു. ഒന്ന് ഞാൻ പറയാം. ശിംശിഭ വൃക്ഷ ചുവട്ടിൽ മൈഥിലി ചിന്താവിവശയായിരിക്കുന്നു. അഴകിയ രാവണൻ ശൃംഗാരപദം പാടി അവളുടെ അരികിൽ അണയുന്നു. ഇത് അനുപല്ലവി പോലെ തന്നെയാണ്. ചെറിയ സാഹിത്യത്തിന്റെ ഒരു ഏറ്റക്കുറച്ചുണ്ടാവുന്നുള്ളതേ ഉള്ളൂ. ട്യൂൺ അത് തന്നെയാണ്. ശിംശിഭ വൃക്ഷ ചുവട്ടിൽ മൈഥിലി ശിംശിഭ വൃക്ഷ ചുവട്ടിൽ ചിന്താവിവശയായി ഇരിക്കുന്നു. ശിംശിഭ വൃക്ഷ ചുവട്ടിൽ മൈഥിലി ചുവട്ടിൽ മൈഥിലി ചിന്താവിവശയായി ഇരിക്കുന്നു. ചേർന്ന് പഠിക്കേ. ശിംശിഭ വൃക്ഷ ചുവട്ടിൽ മൈഥിലി ചിന്താവിവശയായി ഇരിക്കുന്നു. ശിംശിഭ വൃക്ഷ ചുവട്ടിൽ മൈഥിലി ചിന്താവിവശയായി ഇരിക്കുന്നു. അഴകിയ രാവണൻ ശൃംഗാരപദം പാടി അഴകിയ രാവണൻ ശൃംഗാരപദം പാടി അഴകിയ രാവണൻ ശൃംഗാരപദം പാടി അവളുടെ അരികിൽ അണയുന്നു. അവളുടെ അരികിൽ അണയുന്നു. നമുക്ക് ചരണം ഒന്നിച്ചു പാടാം. ശിംശിഭ വൃക്ഷ ചുവട്ടിൽ മൈഥിലി ചിന്താവിവശയായി ഇരിക്കുന്നു. ശിംശിഭ വൃക്ഷ ചുവട്ടിൽ മൈഥിലി ചിന്താവിവശയായി ഇരിക്കുന്നു. അഴകിയ രാവണൻ ശൃംഗാരപദം പാടി അഴകിയ രാവണൻ ശൃംഗാരപദം പാടി അവളുടെ അരികിൽ അണയുന്നു. സ്വാതി കീർത്തന കിളിമകളെ പാടു ഭവയാമി രഘുരാമം.
രാമ തുളസികൾ കേഴുന്നു. സ്വാതി കീർത്തന കിളിമകളെ പാടു ഭവയാമി രഘുരാമം. ഈ ഗാനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്നായി പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരു പുതിയ ഗാനവുമായിട്ട് നമുക്ക് ചേരാം. നമസ്തേ.